ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ട്രിപ്പിലാണ്. വഡോദരയിൽ നിന്ന് ഒരു 30-40 മിനിറ്റ് ദൂരെയുള്ള സേവാസി എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ കൂടെ പൊന്നും, നമ്മുടെ അളിയൻ വിനയും, പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് അനറ്റും ഉണ്ട് കൂടെ. ഇന്നത്തെ മെയിൻ പരിപാടി ഒരു ഫോട്ടോഷൂട്ടാണ്. എനറ്റിൻ്റെ കല്യാണം വരുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് എനറ്റിനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇതിലൊരു രസം എന്തെന്ന് വെച്ചാൽ എനറ്റ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ന് സാരി ഉടുക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ പൊന്നും അമ്മയും കൂടെ എനറ്റിനെ ഒരുക്കി റെഡിയാക്കി ഇറക്കിയിട്ടുണ്ട്. വിനയാണിന്ന് നമ്മുടെ സാരഥി, ഒപ്പം നമ്മുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറും. സത്യം പറഞ്ഞാൽ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനൊരു അത്ഭുതം നിറഞ്ഞൊരു സ്ഥലം ഉണ്ടെന്ന് നമുക്ക് നോക്കി അറിയാൻ പറ്റില്ല കേട്ടോ. 500 വർഷം പഴക്കമുള്ള ഒരു സ്റ്റെപ്പ് വെല്ലാണ് ഇത്. താഴേക്ക് ഇങ്ങനെ പടികൾ ഇറങ്ങി പോകുമ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോവും. 5 നിലകളിലായിട്ടാണ് ഇതിങ്ങനെ പണിത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ തൂണുകളിലും നമുക്ക് അതിമനോഹരമായ കൊത്തുപണികളൊക്കെ കാണാം. പഴയകാലത്ത് യാത്രക്കാർക്ക് വിശ്രമിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയ ഒരു സ്ഥലമാണിത്. ഇതിനുള്ളിൽ ചെറിയൊരു ക്ഷേത്രമുണ്ട്. വഡോദരയിൽ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് സേവാസി വാവ്. ഏകദേശം ഒരു 11 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങി. എൻ്റെയും പൊന്നൂൻ്റെയും കുറച്ച് ഫോട്ടോസ് എടുക്കുക എന്നതായിരുന്നു ആദ്യത്തെ പ്ലാൻ. പൊന്നൂൻ്റെ അരങ്ങേറ്റത്തിൻ്റെ ഫോട്ടോഷൂട്ട് നടത്തിയതും ഇതേ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇവൻറ്റിന് ശേഷം എപ്പോഴെങ്കിലും ഇവിടെ വന്ന് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കണം എന്നിങ്ങനെ മനസ്സിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. വിനയ് നല്ല ഉഷാറായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു തന്നു ഞങ്ങൾക്ക്. ഇടയ്ക്ക് ഞാനും വിനയും ചേർന്ന് പൊന്നൂൻ്റെയും എനറ്റിൻ്റെയൊക്കെ കുറച്ച് വെറൈറ്റി ക്ലിക്കുകളും കൂടെ എടുത്തു. ഡാൻസ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു വൈബുള്ള സ്ഥലമാണ് കേട്ടോ ഈ സേവാസി വാവ്. എനറ്റ് ആദ്യമായിട്ടാണ് സാരി എടുക്കുന്നതെങ്കിലും നല്ല പ്രൊഫഷണലായിട്ട് തന്നെ ഞങ്ങൾക്ക് പോസൊക്കെ ചെയ്തു തന്നു. എനറ്റിനെ ഗൈഡ് ചെയ്ത് പൊന്നുകൊണ്ട് കൂടെ. പുറത്ത് നല്ല വെയിലാണെങ്കിലും താഴേക്ക് ഓരോ നില ഇറങ്ങുമ്പോഴേക്കും നല്ല തണുപ്പാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം. ഞങ്ങൾ ഒരുപാട് താഴേക്ക് പോകുന്നില്ല, കുറച്ച് മുകളിലേക്ക് തന്നെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ്. ലൈറ്റും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണല്ലോ. അങ്ങനെ 2 മണിക്കൂർ ഓടി നടന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഡാൻസും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ തളർന്ന് കുഴഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി. നല്ലൊരു ഗുജറാത്തി താലിയും കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ശരിക്കും നല്ല സന്തോഷമായിട്ട് മനസ്സ് നിറഞ്ഞൊരു ദിവസമായിരുന്നു എന്ന്. ഞങ്ങളെടുത്ത ഫോട്ടോകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളിത് കണ്ടു നോക്കൂ. ഫോട്ടോയും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരുപാട് ഇഷ്ടത്തോടെ.